മാപ്പിളപ്പാട്ട് വിസ്മയേതിഹാസങ്ങൾ രചിച്ചും വിജയ സോപാനങ്ങൾ കൈയടക്കിയും വി.എം. കുട്ടി എന്ന അപൂർവ പ്രതിഭ മലയാളി മനസ്സുകളിൽ മാപ്പിളപ്പാട്ടിന്റെ പ്രതിരൂപമായി താരശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു. വി.എം. കുട്ടി മാഷ് മാപ്പിളപ്പാട്ട് ഗായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, മാപ്പിളപ്പാട്ട് ഗവേഷകൻ, നിരൂപകൻ, ഗ്രന്ഥകാരൻ എന്നിങ്ങനെ അദ്ദേഹം മാപ്പിളപ്പാട്ട് ലോകത്തിന് സമ്മാനിച്ച സംഭാവനകൾ ഒട്ടേറെയാണ്. അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച മറ്റു മേഖലകളും നിരവധിയാണ്. വി.എം. കുട്ടി മാഷിലെ ചിത്രകാരനെ കലാലോകം കൂടുതൽ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിലെ നോവൽ, നാടക രചയിതാവിനെ സാഹിത്യലോകം മനസ്സിലാക്കിയിട്ടില്ല. അതിലെല്ലാമുപരി പ്രഭാഷകനും ചിന്തകനും വ്യാഖ്യാതാവും അഭിനേതാവും കൂടിയാണ് വി.എം. കുട്ടി മാഷ്. അപ്പം മാഷിന്റെ 1960 വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ കഴിഞ്ഞു. 70 എത്തിയിരിക്കുകയാണ്, ആ കരിയറിന്റെ ഒരു തുടക്കകാലം. അപ്പോൾ ആ സമയത്ത് വി.എം. കുട്ടി മാഷിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ പറയാ ഓർക്കുന്ന ഒരു പേരാണ് അന്നത്തെ വിളിയിൽ വത്സല അല്ലെങ്കിൽ ഇന്നത്തെ ഫസീലത്ത. അപ്പൊ ഫസീലാത്ത എന്നൊരു സിംഗറിനെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വി.എം. കുട്ടി മാഷാണ്. അപ്പം എങ്ങനെയാണ് അത് അങ്ങനത്തെ ഒരു ടാലന്റിനെ കണ്ടെത്തിയതും പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ട്രൂപ്പിന് ഒരു ഭാഗമായത് ഫസീലാത്ത? അങ്ങനെ 1970 കോഴിക്കോട് ആകാശവാണിയുടെ ഓണം സ്പെഷ്യൽ പരിപാടി ബാലലോകം സംഘടിപ്പിക്കുന്നത്. അതിനെനിക്ക് ഓർഡർ കിട്ടി. അപ്പൊ അതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓഫീസ് റൂമിൽ. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വലിയറമ്പിലുള്ള കാരിക്കുഴിയൻ മുഹമ്മദ് കുട്ടി മാഷ് എന്ന് പറയുന്ന ആള് അദ്ദേഹം കയറി വരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഷെ ഞങ്ങളെ ഈ റേഡിയോ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിളയിൽ പർപ്പൂരുള്ള കുറേ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടി മാഷ് ഞാൻ സുഹൃത്താണെന്ന് അവരറിഞ്ഞതുകൊണ്ട് അതിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉള്ള കുറച്ച് കുട്ടികളെ കൊണ്ട് ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ റിഹേഴ്സൽ നിർത്തിവെച്ച് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പം മുഹമ്മദ് കുട്ടി മാഷ് കൂട്ടത്തിൽ ഞാനും വിളയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു തിരുവാച്ചോല എന്ന് പറയുന്ന ഒരു വീട്ടുമുറ്റത്ത് ഇരുന്നപ്പോൾ അവിടെ കുറേ കുട്ടികൾ, ഒരു 10-25 കുട്ടികൾ, ചെറിയ കുട്ടികൾ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഈ കുട്ടികളെല്ലാം കൂടി ഞാൻ അക്കോമഡേറ്റ് എങ്ങനെ എന്ന് ചോദിച്ചിട്ട് കുട്ടികളെ ഓരോരുത്തരെയും പാടിച്ചു. അപ്പം താളമില്ല, ശ്രുതിയുമില്ല, ഒന്നുമില്ലാതെ കുട്ടികൾ സ്വന്തമായിട്ട് പാടുക. അതിൻ്റെ ഇടയിൽ ഒരു 5-8 വയസ്സായ ഒരു പെൺകുട്ടി, 8-9 വയസ്സ്, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു മെലിഞ്ഞൊരു കുട്ടി, ആ കുട്ടി ഒരു പാട്ട് പാടി. മാപ്പിളപ്പാട്ടിൻ്റെ ഇശലിലുള്ള ഒരു പാട്ടായിരുന്നു. അങ്ങനെ ആ മാപ്പിളപ്പാട്ട് പാടിയ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അവൾ ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നോക്കിയപ്പോൾ അരിച്ച് പെറുക്കി നോക്കിയപ്പോൾ ഒരു കുട്ടീനെയും കൂടി കിട്ടി. അങ്ങനെ അവർ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്നു. അതിൽ തിളങ്ങി നിന്നത് ഈ വിളയിൽ വത്സല എന്ന് പറയുന്ന കുട്ടി, ആദ്യത്തെ ആ കുട്ടിയാണ് ഇപ്പൊ ഇന്ന് അറിയപ്പെടുന്ന വിളയിൽ ഫസീല എന്ന് പറയുന്ന ഗായികയായി മാറിയത്. ഞങ്ങളെല്ലാവരെയും മാഷ് വീട്ടിൽ നിർത്തി തന്നെ പാട്ട് പഠിപ്പിച്ചു തന്നു, മാപ്പിളപ്പാട്ട്. അത് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ട് കല്ലാക്കായി ഉള്ളവനെ എന്നുള്ള അതിൻ്റെ ആദ്യമായിട്ട് പാടുന്ന ആദ്യം ഒരു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ വരി തന്നെ എനിക്ക് പറയാൻ കിട്ടൂല. വലിയ വിഷമമായിരുന്നു അത് പറയാൻ. അതങ്ങനെ മാഷ് കുറേ തവണ പഠിപ്പിച്ച് തന്ന്, അതുപോലെ ചുറ്റും അന്ന് മാഷ വീട്ടിലുള്ളവരും താത്തയും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. എനിക്ക് താത്തയെ ഓർക്കുമ്പോൾ താത്തപ്പോൾ ഈ വീട്ടിലില്ല. അതിൻ്റെ ഒരു വിഷമം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഞാനിവിടെ താത്തയെ സ്നേഹിക്കുന്നു. പാട്ടുകൊണ്ടുണ്ടായ ഈ ഗുണങ്ങളെല്ലാം ശ്രീ വി.എം. കുട്ടി മാഷാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. വി.എം. കുട്ടി മാഷ് നേരത്തെ വിഴിയിൽ വത്സല എന്ന അതുല്യ ഗായികയെ മാപ്പിളപ്പാട്ട് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന കഥകൾ നമ്മളോട് പറയണ്ടായി.
അദ്ദേഹം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം വാചാലനായത് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴാണ്. അതായത് വിഴിയിൽ വത്സല എന്ന സിംഗറിനെ കൊണ്ടുവരാൻ സഹായിച്ചത് ഈ വ്യക്തിയാണ്. VM കുട്ടി മാഷിന്റെ സന്തത സഹചാരിയും ആത്മസുഹൃത്തും ഒക്കെയായ അദ്ദേഹം നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റാരുമല്ല, കാരക്കുഴിയൻ മുഹമ്മദ് കുട്ടി മാഷ്. അസ്സലാമു അലൈക്കും മാഷ്. VM കുട്ടി മാഷിനോട് നേരത്തെ സംസാരിക്കുമ്പോൾ താങ്കളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എസ്പെഷ്യലി ഈ ഫസീലാത്താന ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന കഥകളിലായിരുന്നു മാഷിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പം VM കുട്ടി മാഷിന്റെ ഭാഗത്തു നിന്ന് ആ കഥകൾ അറിഞ്ഞു. അപ്പം മാഷിന്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി അധികം അതിനെക്കുറിച്ച് അറിഞ്ഞേക്കൊള്ളുന്നുണ്ട്. VM കുട്ടി മാഷ് ഞാനും സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒന്നിച്ചായിരുന്നു. കൊണ്ടോട്ടി UP സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഒരു കലാസമിതി ഉണ്ടാക്കി. അങ്ങനെയാണ് ഞങ്ങളെ കൂടുതൽ ബന്ധപ്പെടുന്നത്. ചന്താര തിയേറ്റേഴ്സ് എന്ന് പറയും. ഞാനതിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹം അതിന് സെക്രട്ടറിയുമായിരുന്നു. അങ്ങനെ അതൊരു പുരോഗമന കലാ സാഹിത്യവേദിയായിരുന്നു. അങ്ങനെ ഇയാളൊരു പുരോഗമന ആശയക്കാരനാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും അതിനോട് ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് കൂടുതൽ അടുപ്പായി. അങ്ങനെയാണ് ഈ കലാപ്രവർത്തനം തുടങ്ങുന്നത്. അങ്ങനെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അങ്ങനെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ നേതാവ് എന്നുള്ള നിലക്ക് വെളയിൽ എനിക്ക് ധാരാളം ബന്ധം പരിചയമൊക്കെ ഉണ്ട്. ഞാനൊരു ദിവസം കമ്മിറ്റിക്ക് വേണ്ടി ഒരു സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ചെറിയൊരു കുട്ടി ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ കത്തിച്ചിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പാട്ട് വളരെ ആകർഷണമായി തോന്നി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ആ കുട്ടീനോട് ഒരു പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കയറി ചെന്ന്. അപ്പം നല്ലതങ്ക എന്നുള്ളൊരു പുസ്തകമുണ്ട്, സിനിമൻ്റെ പേര് നല്ലതങ്കയാണ്. അതിൽ പാട്ടെടുത്ത് ഞാൻ കൊടുത്ത് പാടാൻ ആ പാടിപ്പോൾ എനിക്ക് വളരെ ആകർഷണം തോന്നി. അങ്ങനെ മോള് ഞങ്ങളെ കൂടെ പാട്ടെടുക്കാൻ പോരും. നമുക്കൊരു സമിതി ഉണ്ട് കുടിക്കലെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറ്റെന്നൊക്കെ പറഞ്ഞു. ഞാനത് എത്ര കാര്യമായിട്ട് പറഞ്ഞതല്ല. അച്ഛൻ വന്ന് ഇങ്ങനെ മകൾ പറഞ്ഞ് ഞങ്ങളങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മകൾ ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റും, പെൺകുട്ടിയെല്ലാം അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഏതായാലും ചുരുക്കത്തിൽ ഞാൻ പോയിട്ട് വരാം, വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് പറ്റില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ റിഹേഴ്സൽ നടക്കുകയാണ്. അന്ന് ഇവിടെ നടക്കുമെന്നും ഞാനുണ്ടാവും അധിക ദിവസം. നടക്കുമ്പോൾ ഞാൻ VM കൊണ്ടുകൊണ്ട് വിവരം പറഞ്ഞപ്പോൾ ഉടനെ എപ്പം തന്നെ പോകണം പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് പോന്നാണ് അവിടുന്ന്. അങ്ങനെ വത്സലിൻ്റെ അച്ഛനും ഉണ്ട്. വത്സൽക്ക് പോരണം അച്ഛനെ പറഞ്ഞേക്കും വേണം. അങ്ങനെ അച്ഛൻ കേളനും വത്സലും കൂടി വന്ന് വിയങ്ങളുടെ വീട്ടിൽ വന്ന് വിയങ്ങളുടെ ഭാര്യനോട് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യൻ്റെ ഒരു പരിചരണമാണ് സത്യത്തിൽ അവിടെ എത്തിച്ചത്. ഞാൻ കേട്ടത് വെച്ചിട്ട് VM കുട്ടി മാഷിന്റെ ഭാര്യ ഫസീലാത്താൻ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് കൂടാതെ മറ്റുള്ള ഈ ഫസീലനെ കൊണ്ടുവരുമ്പം VM കുട്ടി മാഷ് ഭാര്യനോട് ഈ കുട്ടിക്ക് അമ്മല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം VM കുട്ടി മാഷ് ഭാര്യ ഓക്ക് അമ്മല്ലാത്തതുകൊണ്ട് വിഷമിക്കൂല, ഞാനവളെ അമ്മയാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവിടെ ചെറിയൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായ നാലകത്ത് മോമൂട്ടിയും പിന്നെ ഒരു KP വീരാൻ എന്ന് പറയുന്നൊരു ആളും കൂടി ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടിയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാവായ KN ഖദർ. മാഷ എന്ന് പറഞ്ഞാൽ ഈ ഏറനാടൻ സംഗീതത്തിൻ്റെ, ഏറനാടൻ മാപ്പിള സംഗീതത്തിൻ്റെ ഒരു കുലപതിയാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് ഉത്തരവാദി ഒരു പക്ഷേ എന്നെ ആ വഴിക്ക് നയിച്ചത് ഈ ഇരിക്കുന്ന VM കുട്ടി മാഷാണ്. ആളൂർ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ് നവജീവൻ പത്രത്തിൻ്റെ ഓഫീസിൽ എഡിറ്റോറിയൽ ബോർഡിലുണ്ട്. ഞാൻ മാഷ എനിക്ക് ആളൂർ പ്രഭാകരനെ പരിചയപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ MLA ആയതെന്ന് പറഞ്ഞു. മാഷയെ സംബന്ധിച്ച് എന്നെ രാഷ്ട്രീയക്കാരനാക്കിയോ കലാകാരനാക്കിയോ എന്ന് പറയാൻ വയ്യ, രണ്ടും ആക്കിയത് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിക്കതൊരു ഞാൻ എൻ്റെ ചില ചരിത്രങ്ങളൊക്കെ എഴുതുന്ന ഞാൻ കുറച്ചൊക്കെ എഴുതാറുണ്ട്. അത് എഴുതുമ്പോൾ എനിക്ക് രേഖപ്പെടുത്താനുള്ളതിൽ ഇവർക്കൊക്കെ നിർണായകമായ സ്ഥാനം എൻ്റെ കുട്ടിക്കാല ജീവിതത്തിലുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ പാടിയിരുന്ന കുട്ടികളാണ് ഐഷയും അന്നത്തെ വത്സല, ഇപ്പോഴത്തെ ഫസീല. അത് ഒക്കെ അന്ന് അവർ നന്നായിട്ട് പാടിയിരുന്നു. അവരുടെ ശബ്ദ സൗകുമാര്യവും ഭാഷ സ്നേഹവസ്ത്രമായിട്ടുള്ള പെരുമാറ്റവും ആ ഹൃദയ വിശാലതയും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച. അന്നത്തേതുപോലെ തന്നെ മാഷത് അപ്പോഴും ഇരിക്കും, ഒരു വലിയ വ്യത്യാസം. ഞങ്ങൾക്കൊക്കെ വയസ്സായി, ഈ സ്റ്റിൽ യങ് ആൻഡ് സ്മാർട്ട്. അങ്ങനെ ആ മാഷ ഒന്നതരം രചനകളുണ്ടായിരുന്നു, പാട്ടും മാത്രമല്ല, മനോഹരമായിട്ടുള്ള. അത് ഇതിലിപ്പോൾ ഒരു ഉണ്ട് ദുനിയാവിൻ അവസാന നാളാണ് ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല
ഉണ്ട് ദുനിയാവിൻ അവസാന നാള്, ഉലകം നീ തൊന്നായി നശിക്കുന്ന നാള്, മന്നവൻ വിധിയൂറുന്ന നാള്, പാരാകെ പൊട്ടി തകരുന്ന നാള്. അങ്ങനെ കെ.എൻ.എ. ഖാദറും വത്സലയെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ പരിപാടി നടത്തിയത്. ആ പരിപാടി വളരെ വിജയമായിരുന്നു. അതോടുകൂടിയിട്ടാണ് വത്സല ഗാനരംഗത്ത് അറിയപ്പെടുന്നത്. ഈ ആകാശവാണി പരിപാടിക്ക് ശേഷം ഒരു തിരൂര് പരിപാടി ഉണ്ടായി. തിരൂര് പരിപാടിക്ക് ആയിഷ സഹോദരിമാരുടെയും പിന്നെ എല്ലാ പേരും കൊടുത്തിരുന്നു ഞാൻ. പക്ഷെ എന്തോ അപ്രതീക്ഷിതമായിട്ട് ആയിഷ സഹോദരിമാർക്ക് അന്നത്തെ പരിപാടി പങ്കെടുക്കാൻ പറ്റിയില്ല. അതുവരെ കോറസ് മാത്രം പാടിയിരുന്ന വത്സല പെട്ടെന്ന് ആയിഷ ബി സഹോദരിമാർ എത്താത്തതുകൊണ്ട് ആ പരിപാടിക്ക് പങ്കെടുക്കാൻ ഇവള് മാത്രമേ ഉള്ളൂ മുഖ്യ ഗായികയുടേത്. ഞാനാണെങ്കിൽ വല്ലാതെ പരിഭ്രമത്തിലാണ്. കാരണം ഇവള് ഇതുവരെ ഒറ്റയ്ക്ക് പാടിയിട്ടില്ല. എങ്കിലും അന്ന് അവൾക്ക് 10 വയസ്സേ ഉള്ളൂ. അവളാണ് ഭയങ്കര ജനസമുദ്രമായിരുന്നു അവിടെ. അങ്ങനെ അവൾ പാടിയ ആദ്യത്തെ പാട്ട് ഞാൻ പഠിപ്പിച്ച കോഴിക്കോട്ടുകാരനായ PM കാസിം എഴുതിയിട്ടുള്ള ബാബുരാജ് സംഗീതം ചെയ്ത 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റ് വടവേട്ടിയെ, കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ, അലയൊലി ബിറിട്ടന്റെ ഭരണത്തെ കുലുക്കി അലി സഹോദരന്മാരെ ഗാന്ധിജി അന്നിറക്കി, മലബാറിൽ ഖിലാഫത്തും സ്വരാജ്യമായി കുടുക്കി, അലി മുസല്യാർ മതപ്രസംഗം നടത്തി, ഒത്തൊരുമിച്ചവരന്ന് കൊടുത്തില്ല നികുതികൾ, ഉദ്യോഗസ്ഥന്മാർക്ക് രസിച്ചില്ല ഉടനടി, തോത് നോക്കി പോലീസ് ഒത്ത് തോന മാപ്പിളമാരുടെ തീർത്ത്, തോറ്റ് പോലീസ് ഓടിയൊളിത്ത് തോക്ക് മാപ്പിള തോളിലെടുത്ത്, 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റ് പടവേട്ടിയേ. ഇത് ഗ്രാംഫോൺ റെക്കോർഡിൽ പാടിയത് CA അബൂബക്കറും മച്ചാട്ട് വാസന്തി കൂടിയാണ്. ഈ ഗാനമാണ് ഫസീല അന്ന് തിരൂർ സ്റ്റേജിൽ പാടി ഹിറ്റാക്കി ജനശ്രദ്ധ ആകർഷിച്ച്. അന്ന് ഫസീലക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പൊ ഫസീല തന്റെ അന്ന് റെക്കോർഡ് ചെയ്ത പാട്ട് ഏതായിരുന്നു? അത് പിന്നെ അന്ന് പ്രചരിച്ചിരുന്ന ഒരു നാടൻ ഒരു ട്രഡീഷണൽ സോങ് ഉണ്ട്. കിരികിരി ചെരുപ്പം അല്ലണഞ്ഞുള്ള പുതുനാരി, അണഞ്ഞുള്ള പുതുനാരി, വല്യമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ, നാരി വിളങ്ങിടുന്നേ. ഈ 4 വരി പഴയ കാലത്ത് പാടി പെണ്ണുങ്ങൾ തുടർച്ചയായിട്ട് കല്യാണത്തിന് പാടി വരുന്ന അതിന്റെ കീഴ്പ്പെട്ടുള്ള വരികൾ ഉണ്ട്. അത് ഞാൻ രചിച്ച് ട്യൂൺ ചെയ്തതാ. ഗുണമഴു കല്ലുമണികളടിപ്പും തലമുടി പൂരണം കെട്ടിക്കൊടിപ്പും ഇങ്ങനെ പറഞ്ഞിട്ട് പുതിയ ലിറിക്സ് എഴുതി ചേർത്തതാ. Thank you.
ഫസീലാത്ത പാടി ഒരുപാട് സുപരിചിതമായ ഗാനങ്ങളുണ്ട്. അതിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഗാനമാണ്, ഞാൻ ഫസീലാത്ത സ്റ്റേജിലൊക്കെ പാടി കേട്ടിട്ടുള്ളതാണ്, ആമിന ബീവി കോമന എന്ന് പറയുന്നത് അല്ലേ ആ ഗാനം. അപ്പൊ അതില് മാഷ് പാടിപ്പിച്ചതാണ് അല്ലേ? അത് ഞാൻ പാടിപ്പിച്ചതാണ്, ഞാൻ സംഗീതം ചെയ്തതാണ്. ഓ, അതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് പി.ടി. അബ്ദുറഹ്മാൻ എന്ന കവിയാ. ആ പാട്ട് ആമിന ബീവിക്കോ മനമോനെ ആരിലും കനിയും ഇമ്പത്തേനെ, ഫസീലിന്റെ ഈ സോളോ ആയി പാടിയ ആദ്യത്തെ പാട്ടാണത്. ഫസീല ഈ പാട്ട് പാടുന്നതിന് മുമ്പ്, സോളോ ആയിട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ എഴുതിയൊരു കല്യാണ പാട്ടുണ്ട്, മാളികയിൽ മുടി ചുടങ്ങി വിളങ്ങുന്ന എന്ന് പറയുന്നത്. ആ പാട്ട് എൻ്റെ കൂടെ കോറസായിട്ട് പാടിയിരുന്നു. മാളികയിൽ മുടി ചുടി വിളങ്ങും മലർനാരി തങ്കത്താള് പോലെ കതിർ കത്തിച്ചൊരിയും പുതുനാരി, മാളികയിൽ മുടി ചുടി വിളങ്ങും മലർനാരി തങ്കത്താള് പോലെ കതിർ കൊത്തിച്ചൊരിയും പുതുനാരി. ഇതിന്റെ രചന നിർവഹിച്ചതും സംഗീതം ചെയ്തതും സോളോ പാടിക്കൊടുത്തതും ഞാൻ തന്നെ. അതിന്റെ കോറസാണ് ഫസീല പാടിയത്. പിന്നെ അതേമാതിരി തന്നെ ഫസീല പിന്നെ സ്വന്തം പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, കല്യാണ പാട്ട്. മണിയാറാക്കീന കാണും പുതിയ പെണ്ണ് എന്ന് പറയുന്ന, അത് അവൾ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അത് വലിയ ഹിറ്റായിരുന്നു. ഗ്രാമഫോൺ റെക്കോർഡിലന്ന് വളരെ ഹിറ്റായ പാട്ടുകളായിരുന്നു അതൊക്കെ. കല്യാണ വീടുകളിൽ നിന്ന് ഈ തെങ്ങുമ്മ കിട്ടിയെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സ്പീക്കറൊന്നും ഇന്നത്തെ പോലെ റേഡിയോകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടം കല്യാണ വീടുകളിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന പാട്ടാണ് ഈ മണിയാറൊക്കെ ഇതിനെ കാണും, അതേമാതിരി മാളികയിൽ മുടിയോട് തുടങ്ങും, ആമിന ബീവി കോമന മോനെ, ഈ പാട്ടുകളൊക്കെ അന്ന് അങ്ങനെ ഇരുന്നു. ഫസീലാത്താടിയും കുട്ടിമാഷിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ആ സമയത്ത് ചിലപ്പോ ഒരു തരംഗം സൃഷ്ടിച്ച കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ ഇപ്പോഴും ഈ പാട്ടുകളൊക്കെ പറയുന്നുണ്ട് എല്ലാ ചാനലുകളിലും. പിന്നെ ഞാൻ പാടിയിട്ടുള്ള ഈ മാളികയിൽ മുടി വിളങ്ങും, ആമിന ബീവി കോമന മോനെ, ഈ മണിയറക്കിനാക്കാണ്, ഇതെല്ലാം ഇപ്പൊ ചാനലുകളിലും സ്റ്റേജുകൾ പരിപാടികളിലും പുതിയ തലമുറ പാടുന്നുണ്ട്. ഇത് 78 ശേഷം പിന്നെ ഗൾഫ് പ്രവാസികൾ അന്ന് പിന്നെ ടൈപ്പ് റെക്കോർഡ് ആയിട്ടായിരുന്നു വരിക. ടൈപ്പ് റെക്കോർഡും നമ്മളുടെ എൻ്റെ പരിപാടി നടത്തിയിട്ടുള്ള കാസറ്റ് ആയിട്ടാണ് വരിക. അന്ന് അവർ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ടൈപ്പ് റെക്കോർഡ് കയ്യിൽ പിടിച്ചിട്ടാണ് വരിക. എന്നിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുളൂസ് പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ടൈപ്പ് റെക്കോർഡായിട്ട് ഓരോ വീട്ടിലും കയറി ചെല്ലും പാട്ട്. അപ്പം അങ്ങനെ ഒരു പിന്നെ പഞ്ചാരപ്പാട്ട് എന്ന് പറയും പഴയ കാലഘട്ടങ്ങളിൽ. ആ ഒരു പാട്ടും ഫസീലിൻ്റെത് ഹിറ്റായിട്ടുണ്ട്. അത് ഞാൻ തന്നെ എഴുതി. ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ പറ്റാവുന്ന ഒരു തമാശ ഗാനം. പൂരം കാണുന്ന ചേലക്ക് നമ്മളെ തുറിച്ച് നോക്കണ കാക്ക, നിങ്ങളുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല, പടച്ചോനാണ് നമ്മളെ വണ്ടി കേറൂല. ഈ പാട്ട് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഈ ഹാസ്യത്തിന്റെ ജോണിൽ വരുന്നൊരു പാട്ടാണ്. ഇതില് മറ്റു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ലിറിക്സ് പറയുന്ന ആ കാലഘട്ടത്തിലുള്ള ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ്. അതായത് പാട്ടുപെട്ടി തോളത്തെറ്റി നടക്കണ കാക്ക, പാട്ടിലാക്കാൻ ചുറ്റിപ്പറ്റി നടക്കണ കാക്ക, തൽക്കാലം ഈ കട്ടില് കണ്ട് പനിക്കണ്ട.
എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊന്നും അറിയില്ലല്ലോ ഈ പാട്ട് വെട്ടി തൂക്കി നടക്കുന്ന പക്ഷെ എന്നിട്ട് പോലും നമ്മളൊക്കെ ഈ പാട്ട് ആസ്വദിക്കുന്നതും ഇത് കേട്ടിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു പുതിയ പാട്ട് എന്നുള്ള ഒരു പുതുമ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഗായികമാരൊക്കെ ഇപ്പൊ ഇന്നും സ്റ്റേജുകളിൽ പാടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് മാഷിന്റെ ആ ഒരു എന്താ പറയാ വർക്കിന്റെ പ്രത്യേകതയാണ്. കാരണം കാലങ്ങൾക്ക് അതീതമാണ് മാഷിന്റെ ക്രിയേഷൻസ് എല്ലാം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും നമ്മളെല്ലാരും ഈ ഫ്രഷ്നെസ്സിലൂടെ തന്നെ ഓർക്കുന്നത്. ഇപ്പൊ ഈ പാടിയ തമാശ ഗാനങ്ങൾ കൂടാതെ നല്ല ഒന്നാന്തരം ഭക്തി ഗാനങ്ങളും ഫസീല പാടിയിട്ടുണ്ട്. അത് ആദ്യത്തിൽ ഞാൻ ആകാശവാണിയിലേക്ക്, കോഴിക്കോട് ആകാശവാണിയിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ ഭക്തിഗാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സംഗീതം ചെയ്തു. പിന്നെ എൻ്റെ കൂടെ പിന്നെ ഫസീലിനെ കൊണ്ട് കോറസ് പാടിച്ച ഒരു ഗാനമാണ് ഹല്ലാക്കായുള്ളവനെ. അത് പിന്നീട് സ്റ്റേജിൽ പാടിച്ചു. അത് കാസർഗോഡ് സ്റ്റേജിലാണ് അത് ഏറ്റവും അധികം ഹിറ്റായി മാറിയത്. പിന്നെ സാഹിത്യ പരിഷത്തിന്റെ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ ഹല്ലാക്കായുള്ളവനെ എന്നുള്ള ഗാനം പാടിയത്. ഈ ഗാനം സ്റ്റേജ് ഇളക്കി മറിച്ച ഭക്തിഗാനമായിരുന്നത്. അതേമാതിരി തന്നെ പി ടി അബ്ദുറഹിമാൻ, ഇത് പി ടി അബ്ദുറഹിമാൻ്റെ രചനയാണ്. അതിന് സംഗീതം ചെയ്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫസീലിനെ കൊണ്ട് പാടിച്ചും ചെയ്തു. പിന്നീട് ഇതേപോലെ തന്നെ ഒരു ഭക്തിഗാനുണ്ട്, പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഞാൻ ദുആയിരന്ന്. ഈ പാട്ട് പീട്ടിന്റെ രചന തന്നെയാണ്. അതും വസീല പിന്നെ ധാരാളം സ്റ്റേജുകളിൽ പാടി ഹിറ്റാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ 71 കാലഘട്ടങ്ങളിലാണ്. പിന്നെ 72
കാലഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹജ്ജിൻ്റെ രാവിൽ എന്നറിയുന്ന ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫസീലിനെയാണ് അതിൽ ഹിറ്റ് പിന്നെ സോളോ പാടിയിട്ടുള്ളത്. അത് ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ സംഗീതം ചെയ്തതാണ്, ഫസീലിനെ കൊണ്ട് പാടിച്ചു. എൻ്റെ രചന കൂടാതെ തന്നെ മറ്റു പലരുടെയും നല്ല രചനകൾ ഫസീലിനെ കൊണ്ട് സോളോ പാടിച്ചിട്ട് ഹിറ്റാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് പിന്നെ മാസം 17 കല്യാണം എന്ന് പറയുന്ന പി.ടി. അബ്ദുറഹ്മാൻ്റെ രചനക്ക്. അതിൻ്റെ സംഗീതം ഞാൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്, പാടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതേമാതിരി തന്നെ KS ഖാദർ എഴുതിയിട്ടുള്ള ഗുണമണിയായ റസൂലുള്ള തനി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്. ഗുണമണിയായ റസൂലുള്ള തനി പകരും ഗുരുനൂറുള്ള
ഈ ഗാനങ്ങളൊക്കെ വത്സല സോളോ ആണ് പാടിയതെങ്കിൽ കൂടി ഇതല്ലാത്ത കുറേ പാട്ടുകൾ മറ്റു പലവരെ കൊണ്ട് എഴുതിച്ചിട്ടും പിന്നെ ഞാൻ പാടിച്ചിട്ടുണ്ട്. അതിൽ പ്രഭാവതി എന്ന് പറയുന്ന ഒരു ഗായികയെ കൂടി വത്സലയോടൊപ്പം റെക്കോർഡ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പാട്ട് കാസിം വാടാനപ്പള്ളി എന്ന് പറയുന്ന കവിയാണ് എഴുതിയത്. അത് സംഗീതം ചെയ്ത് ഞാൻ തന്നെയാണ്. പിന്നെ മദ്രാസിൽ വെച്ചിട്ട് HMV റെക്കോർഡിന് വേണ്ടിയിട്ട് ആണ് ഫസീലയും പ്രഭാവതിയും കൂടി ഈ ഗാനം പാടിയിട്ടുള്ളത്. മംഗമണിയറ കുള്ളിൽ കടന്നപ്പോൾ എന്ന് തുടങ്ങുന്നതാണ് ആ ഒപ്പന ഗാനം.